ഹലോ, ഹായ് ഡിയേഴ്സ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു കാരമൽ പുഡിംഗ് ആണ്. കാരമൽ ബ്രെഡ് പുഡിംഗ്. അതിനുവേണ്ടി ഞാനിവിടെ 6 സ്ലൈസസ് ഓഫ് ബ്രെഡ് ഇവിടെ 1.5 കപ്പ് പാലാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നു. ഇതൊരു സൈഡിൽ തിളക്കാൻ വെക്കുന്നു. ആ സമയത്ത് തന്നെ നമ്മൾ 4 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ വെള്ളത്തിൽ കലക്കിയെടുക്കുന്നു. 1/2 കപ്പ് വെള്ളത്തിൽ 4 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ കലക്കി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നു. പാലും പഞ്ചസാരയും അലിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ കസ്റ്റേർഡ് പൗഡറിൻ്റെ പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ബ്രെഡ് കൂടി പൊടിച്ചെടുത്തു കഴിഞ്ഞു. വീണ്ടും പാലും പഞ്ചസാരയും മിശ്രിതം തിളക്കുന്നത് വരെ ഇളക്കി കൊടുക്കുന്നു. അതിലേക്ക് കലക്കിയ കസ്റ്റേർഡ് പൗഡർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. ഇത് ഒഴിച്ചു കൊടുത്താൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് കട്ടയാവാൻ ചാൻസ് ഉണ്ട്. തീ സിമ്മിൽ വെക്കുന്നതായിരിക്കും നല്ലത്. ഇളക്കിക്കൊണ്ടേയിരിക്കണം. നല്ല കട്ടയാവുമ്പോഴും നമ്മൾ കുറച്ചായി നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന ബ്രെഡ് ആഡ് ചെയ്ത് കൊടുക്കണം. എല്ലാം ഒന്നിച്ച് ആഡ് ചെയ്യേണ്ട, കുറച്ചായി മാത്രമേ ആഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. എന്നാലേ എല്ലാം കൂടി ഒന്ന് യോജിച്ച് കിട്ടുകയുള്ളൂ. നല്ലോണം യോജിപ്പിച്ച് തയ്യാറാക്കണം. ഇത് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വളരെ ഇഷ്ടമുള്ള ഒരു പുഡിംഗാണ് കാരമൽ ബ്രെഡ് പുഡിംഗ്. അതുപോലെ തന്നെ നമ്മൾ കാരമൽ ബിസ്ക്കറ്റ് പുഡിംഗ് ഉണ്ടാക്കും. അതുപോലെ കാരമൽ പുഡിംഗ് ഉണ്ടാക്കും. പലതരം പുഡിങ്ങുകളും ഉണ്ടാക്കുന്നു. ഇതിങ്ങനെ യോജിപ്പിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ പുഡിംഗ് തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്ന ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പെട്ടെന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഒന്ന് ഈവണായിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുത്ത പാത്രത്തെ നമ്മൾ ഒരു അലൂമിനിയം ഫോയിൽ കൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ടോ നന്നായി മൂടണം. അതുപോലെ തന്നെ ഒരു സൈഡിൽ നമ്മൾ ഇത് ആവി കയറ്റാനുള്ള വെള്ളം തിളപ്പിക്കുന്നു. ഇതിലേക്കൊരു സ്റ്റാൻഡും കൂടി ഇറക്കി വെക്കുന്നു. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ആവി കയറ്റാൻ ഈ പുഡിങ്ങിൻ്റെ പാത്രം ഇറക്കി വെക്കുന്നത്. പ്ലാസ്റ്റിക് കവർ ചെയ്യാൻ നിങ്ങൾക്ക്
ഒരു റബ്ബർ ബാൻഡും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നന്നായി അടച്ചു വെക്കുന്നു. ഇത് ഏകദേശം 20-25 മിനിറ്റോളം ആവി കയറ്റി വേവിക്കണം. ഇങ്ങനെ ആവി കയറ്റിയ പുഡിംഗ് നമ്മൾ ഇറക്കി വെച്ചു. ഇത് ഏകദേശം 20 മിനിറ്റോളം റൂം ടെമ്പറേച്ചറിൽ വെച്ച് അതുപോലെ തന്നെ അരമണിക്കൂറോളം ഫ്രിഡ്ജിലും വെക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മുടെ പുഡിംഗ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. കാരമൽ ബ്രെഡ് പുഡിംഗ് ഇവിടെ തയ്യാറായി. ഇത് പാത്രത്തിൻ്റെ ഷേപ്പിനനുസരിച്ച് കട്ടിയും കൂടാം. ഇത് എൻ്റെ കുറച്ച് വലിയ പാത്രമായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരന്ന ഷേപ്പിൽ കിട്ടിയിരിക്കുന്നത്. കുഴിയുള്ള പാത്രമാണെങ്കിൽ ഇതിൻ്റെ തിക്നെസ് നല്ലോണം കൂടുതലായിരിക്കും. ഇത് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള പുഡിങ്ങാണ്. എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്വാദിഷ്ടമായ പുഡിങ്ങാണ് കാരമൽ ബ്രെഡ് പുഡിംഗ്. ഇത് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വളരെ ഇഷ്ടമായിരിക്കും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഓൾ.